ഹായ് ഓൾ, റീനീറ്റ് 2026 നമ്മുടെ 21-ാം തീയതി നടക്കുകയാണ്. ഇനി 5 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. സ്വാഭാവികമായിട്ട് ഒരു എക്സാമിനേഷൻ ഹാൾ, എസ്പെഷ്യലി റീ എക്സാമിനേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ബട്ട് എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ അങ്ങനെ ടെൻഷൻ അടിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എക്സാംസ് കൂടുതൽ കൊളാവാനുള്ള സാധ്യതയുണ്ട്. സോ ബി വെരി പേഷ്യന്റ്. വളരെ കാമായിട്ട് നമ്മൾ ഈ എക്സാമിനേഷന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അടുത്ത 5 ദിവസം ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ ബോഡിയെയും നമ്മുടെ മനസ്സിനെയും ട്രീറ്റ് ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാം. കുറെ ആൾക്കാർക്ക് നേരത്തെ നീറ്റ് എക്സാമിനേഷൻ എഴുതിയപ്പോൾ നല്ല മാർക്സ് നമ്മൾ ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നു. ആൻഡ് അവർക്ക് റീ നീറ്റ് എന്നുള്ളത് ആദ്യം നമുക്കതൊരു ട്രോമയായെങ്കിലും നമ്മളെല്ലാവരും ഇപ്പം അതിനോട് അഡാപ്റ്റ് ചെയ്തു. നമ്മളെല്ലാവരും നന്നായിട്ട് പഠിച്ചു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും എക്സാമിനേഷൻ എഴുതാനും സാധിക്കും. പക്ഷെ ഇനി വരുന്ന 5 ദിവസങ്ങൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആസ് ദിസ് ഇസ് എ റീനീറ്റ് എക്സാമിനേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. എസ്പെഷ്യലി നീറ്റ് എക്സാമിനേഷന്റെ സ്കോറിന്റെ ബേസിൽ നമ്മൾ ഒരുപാട് മോക്ക് എക്സാമിനേഷൻസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ നേരത്തെ ചെയ്തതിൽ നല്ല മാർക്സ് കിട്ടും. റീസെന്റ് ആയിട്ട് എഴുതുന്ന മോക്ക് എക്സാംസിൽ മാർക്സ് ചിലപ്പോൾ കുറഞ്ഞേക്കാം. ആൻഡ് ഇറ്റ്സ് വെരി നാച്ചുറൽ. അത് നമ്മളെ എല്ലാ എൻട്രൻസ് എക്സാമിനേഷൻ ചെയ്യുമ്പോഴും ആ ജേർണിയുടെ പേർപ്പസിൽ വരുന്ന ഒരു കാര്യം മാത്രമാണ്. സോ മാർക്സ് കൂടുകയും കുറയൊക്കെ ചെയ്യാൻ നെവർ എവർ കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് മാർക്സ് കൂടി, ഇനി അവർ എന്നെക്കാളും കൂടുതൽ പഠിച്ചോ, ഞാനിനി താഴെയായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ എനിക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയില്ലേ, ഇങ്ങനെ കോൺസ്റ്റന്റ്ലി നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എല്ലാം നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നീറ്റിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും. സോ ഫോക്കസ് ഓൺ യുവർ സെൽഫ്. ലെറ്റ് us ഫോക്കസ് ഓൺ അവർ പേപ്പർ. നമ്മൾ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് അല്പം സ്വല്പം മാർക്ക് കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. ആ കുറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചിരിക്കുന്ന ഏരിയാസ് മനസ്സിലാക്കുക. ഏതൊക്കെ പോർഷൻസ് നിന്നാണ് നമുക്ക് നെഗറ്റീവ് വന്നെന്നുള്ളത് തിരിച്ചറിയുക. ആ എറേഴ്സ് എന്താണെന്നുള്ളത് സൊല്യൂഷൻ നോക്കി മനസ്സിലാക്കി തിരുത്തി പോവുക. സോ എല്ലാ മോക്ക് എക്സാമിനേഷനും വളരെ കെയർഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. എക്സാമിനേഷന് ശേഷമുള്ള പോസ്റ്റ് എക്സാം അനാലിസിസ് വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യുക. ആൻഡ് വർക്ക് ഓൺ യുവർ സെൽഫ്. നമ്മുടെ എക്സാമിനേഷൻ നന്നായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. രണ്ടാമത്തെ കാര്യം, പഠിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്. ഒരിക്കലും വളരെ എക്സോസ്റ്റഡ് ആയിട്ട് അടുത്ത 5 ദിവസം നിങ്ങൾ പഠിക്കാനിരിക്കരുത്. ഓഫ് കോഴ്സ് നമുക്ക് പറ്റാവുന്നതിന്റെ നമ്മുടെ കപ്പാസിറ്റിയുടെ മാക്സിമം ഒരു ദിവസം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക, ഇൻക്ലൂഡിങ് റൈറ്റിംഗ് മോക്ക് എക്സാമിനേഷൻ. അതല്ലാതെ ഓവറായിട്ട് 24 hours വിതൗട്ട് എ പ്രോപ്പർ സ്ലീപ്പ്, ഫുഡ് കഴിക്കാതെ വെള്ളം കുടിക്കാതെ നിങ്ങൾ ഫുൾ ടൈം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, എനിക്ക് ഇനി ഒരു നീറ്റ് എക്സാമിനേഷൻ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അടുത്ത 5 ദിവസം 24 hours നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും ബോഡിയെയും നോക്കാതെ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ഇറങ്ങാൻ പാടില്ല. നല്ല ഉറക്കം ഉണ്ടാവുക, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, നല്ലോണം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക, എന്നിട്ട് നിങ്ങളുടെ മാക്സിമം രീതിയിൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അടുത്ത 5 ദിവസം ചെയ്യാനുള്ളത്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ഒരു റൂമിനകത്തിരുന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബിക്കോസ് യു നീഡ് സപ്പോർട്ട്. എപ്പോഴും നമുക്ക് ഈ സപ്പോർട്ട് കിട്ടുന്നത് എങ്ങനെയാണ്? മാക്സിമം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. സോ ടോക്ക് ടു യുവർ പാരന്റ്സ്, ടോക്ക് ടു യുവർ സിസ്റ്റർ, ബ്രദർ, ടോക്ക് ടു യുവർ ഗാർഡിയൻ. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ റീഫ്രഷ് ആകാൻ പറ്റുന്ന എൻവയോൺമെന്റ് ഉണ്ടാക്കുക. മറ്റുള്ളവരോട് സംസാരിക്കുക. ഈ വീഡിയോസ് കാണുന്ന പാരന്റ്സ് ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളെടുത്ത് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്ത് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക. പിന്നെ കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്, ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കും നേരത്തെ നീറ്റ് എക്സാമിനേഷൻ എഴുതി എനിക്ക് 600+ സ്കോർ ഉണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി ഒരു MBBS സീറ്റ് സെക്യൂർ ചെയ്തു, പാരന്റ്സിന്റെ സന്തോഷം കണ്ടതാണ്, ഇനി ഇത്തവണ എക്സാമിനേഷൻ എഴുതുമ്പോൾ അതേ സ്കോറിലേക്ക് ഉയരാൻ പറ്റില്ലേ, എന്റെ പാരന്റ്സിന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമുക്ക് ഉയരാൻ പറ്റില്ലേ എന്നുള്ള ചിന്ത നമ്മുടെ കുട്ടികളെ പലരെയും അലട്ടും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാരന്റ്സ് നമ്മുടെ കൂടെ തന്നെയുണ്ട്, വാട്ട് എവർ ഹാപ്പൻസ് വിത്ത് us. ഓക്കെ, അതുകൊണ്ട് ആ രീതിയിൽ എല്ലാവരും എന്നും ഇതേ സന്തോഷത്തോടെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കരുത്. എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സോഷ്യൽ മീഡിയാസിൽ ഒരുപാട് റൂമേഴ്സ് റിഗാർഡിംഗ് റീനീറ്റ് എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ എക്സാമിനേഷൻ അങ്ങനെയാവോ ഇങ്ങനെയാവോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പാനിക് ചെയ്യാനുള്ള ഒരുപാട് ന്യൂസസ് വരുന്നുണ്ട്. ആ ന്യൂസിലൊന്നും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യരുത്. നമുക്കടുത്ത 5 ദിവസം ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഏറ്റവും സമാധാനത്തോടെ ഉറങ്ങി പരീക്ഷ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് എഴുതണം. സോ ഡു യുവർ ബെസ്റ്റ് ആൻഡ് വി ഓൾ ആർ വിത്ത് യു.